എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനെൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു ലേണിംഗ് വീഡിയോസ് പ്രിപ്പയർ ചെയ്ത് തരാമെന്ന്. ഇന്ന് നമ്മളപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ളതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരുണ്ട് ടിപ്സ് കിട്ടിയാലേ ട്രേഡ് എടുക്കുകയുള്ളൂ. അങ്ങനെ ടിപ്സ് മേടിച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല ട്രേഡർ ആകാൻ പറ്റില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളൊരു ഡിപ്പെൻഡൻറ്റ് ട്രേഡർ ആണെന്നാണ്. എൻ്റെ സീരീസ് ഓഫ് വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ വ്യൂസ് മനസ്സിലാകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു പെന്നും ബുക്കും ഇല്ലാതെ നിങ്ങൾ ഈ വീഡിയോ കാണാനിരിക്കരുത്. വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. ലെറ്റ്സ് ലേൺ ടുഗദർ ആൻഡ് ഗ്രോ ടുഗദർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ്. ക്യാൻഡിൽ സ്റ്റിക്സ് എവിടെ നിന്നാണ് വന്നത്? ക്യാൻഡിൽ സ്റ്റിക്സ് വന്നത് ജപ്പാനിൽ നിന്നാണ്. 18ാം നൂറ്റാണ്ടിൽ ഒരു അരിക്കച്ചവടക്കാരനായ മൊനെഹിസ ഹൊമ്മ എന്ന് പറഞ്ഞ ഒരാൾ അരിയുടെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്ന് വരച്ച ഒരു ചാർട്ടാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്സ്? ഒരു പ്രൈസിൻ്റെ, ഒരു സ്റ്റോക്കിൻ്റെയോ ഒരു ഇൻഡെക്സിൻ്റെയോ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ ഡിനോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് എന്ന് പറയുന്നത്. എല്ലാ ചാർട്ടിലും നമുക്ക് പല പല ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാം. അതൊരു പല പല പ്രൈസ് ആക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചാർട്ട് 1 ഡേ 1 വീക്ക് 1 അവർ ചാർട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ 15 ടു 1 മിനിറ്റ് ചാർട്ട് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 15 മിനിറ്റ്, 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ താഴെ കാണിക്കുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലും കാണിക്കുന്നുണ്ട്, ഒരു റെഡ് ക്യാൻഡിലും കാണിക്കുന്നുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഗ്രീൻ ക്യാൻഡിൽ ഒരു ബൈയിങ് പ്രഷറാണ് കാണിക്കുന്നത്, മറിച്ച് റെഡ് ക്യാൻഡിൽ ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുന്നത്. നമുക്ക് ഗ്രീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രീൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബൈയിങ് സ്ട്രെങ്ത് ആണുള്ളത്. മാർക്കറ്റ് ഓപ്പണായി 9:15 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെയാണ് ഓപ്പൺ ആയത്. അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു മൂവ്മെൻറ്റ് മേലോട്ട് വന്ന്, അല്ലെങ്കിൽ താഴത്തോട്ട് വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. താഴത്തോട്ട് വന്ന് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ബയേഴ്സ് പിന്നെയും സ്ട്രെങ്ത് കൂടി. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മേളിലോട്ട് കയറി ഒരു ഈ റേഞ്ചിൽ വന്ന് ഇവിടെ നിന്ന് സെല്ലേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്തു. ഇവിടെ നിന്ന് താഴത്തോട്ട് കൊണ്ട് ഒരു 3:30 ആയപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒന്ന് ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് മാർക്കറ്റിൻ്റെ ഹൈ. ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ 1 ഡേ ടൈം ഫ്രെയിം ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ഹൈ, അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതായിരിക്കും അതിൻ്റെ ഹൈ, ഇതാണ് അതിൻ്റെ ലോ. ഓപ്പൺ ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിലായിരിക്കും, ക്ലോസ് ചെയ്തത് ഈ റേഞ്ചിൽ. ഇതിനെ മൊത്തമായിട്ട് വിളിക്കുന്നതാണ് ബോഡി. ഈ രണ്ട് വടി പോലത്തെ ഇതിനെ വിളിക്കുന്നതാണ്, ഇതിനെ അപ്പർ വിക്ക് എന്ന് വിളിക്കും, ഇതിനെ ലോവർ വിക്ക് എന്ന് വിളിക്കും. വിക്ക് എന്ന് പൊതുവെ വിളിക്കുന്നതാണ്. ഓക്കെ, ഇതിനെ മുകളിലായതുകൊണ്ട് അപ്പർ വിക്ക്, താഴെ ആയതുകൊണ്ട് ലോവർ. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും താഴെ നിന്നായിരിക്കും. ഓക്കെ, അത് മറിച്ച് റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് മുകളിൽ നിന്നായിരിക്കും. അതിനുശേഷം സെല്ല് മുകളിലോട്ട് പോയി, കുറച്ച് പ്രൈസ് മുകളിലോട്ട് പോയി. അതിനുശേഷം മാർക്കറ്റിൽ സെല്ലേഴ്സ് വന്ന് എൻട്രി എടുത്തു. സെല്ലേഴ്സ് മാർക്കറ്റ് ഡൗൺ ആക്കി ഒരു 3:30 ആയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബോഡി. ഇത് രണ്ടും വിക്ക്, ഇത് ലോ ക്രിയേറ്റ് ചെയ്തു, ഇത് ഹൈ. ഓപ്പൺ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും മുകളിലായിരിക്കും. റെഡ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് എപ്പോഴും മുകളിലായിരിക്കും, ക്ലോസിങ് താഴെയായിരിക്കും. മറിച്ച് ഗ്രീൻ ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് താഴെയായിരിക്കും, ക്ലോസ് ചെയ്യുന്നത് മുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ അടുത്ത പോർഷനായ ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ. എന്താണ് ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ? ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കാണ്. അതിൽ ബൈയിങ് പ്രഷർ ഭയങ്കര ഹൈ ആയിരിക്കും. അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിൽ നല്ല വ്യത്യാസം കാണും. കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഗ്യാപ്പ്, നല്ലൊരു ഇത് കാണും, മൂവ്മെൻ്റ് ഉണ്ടാവും. പ്രൈസ് മൂവ്മെൻറ്റ് നല്ല രീതിയിലായിരിക്കും, നല്ല ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും ഉള്ളത്. ഇതിനെ വിക്കില്ലാണ്ട് വരുന്നതിനെയാണ് ബുള്ളിഷ് മറു ബോസ് എന്ന് പറയുന്നത്. മറു ബോസ് ക്യാൻഡിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മറു ബോസ് ഒക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്.
ബുള്ളിഷ് മറുബോസ് എന്ന് പറയുന്ന ഒരു വിക്കില്ലാണ്ട് നല്ല ബൈയിങ് സ്ട്രെങ്ത് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ലാസ്റ്റ് 3:30 വരെ നല്ല ബൈയിങ് സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്, ഒരു ക്യാൻഡിലാണ് ബുള്ളിഷ് മറുബോസ്. ഓക്കെ, നമ്മൾ ഈ ക്യാൻഡിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്? ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എവിടെയാണ്? സപ്പോർട്ട് സോണിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ ചെയ്ത് ഇങ്ങനെ വീടുമെന്നും അത് ഞാൻ അടുത്ത ഒരു ഇതിനകത്ത് പോർഷനിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ഔട്ട് ഓഫ് എ റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം വർക്ക് ചെയ്യും, നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ, ഇപ്പോൾ ഒരു മാർക്കറ്റ് അപ് ട്രെൻഡിനാണെങ്കിൽ ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ബുള്ളിഷ് മർബോസ് പോലെ ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് വരും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? വിത്ത് വോളിയം, നല്ലൊരു വോളിയം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷനാണ്. ഓക്കെ, നമ്മൾ എപ്പോഴാണ് ഈ ക്യാൻഡിൽ അവോയ്ഡ് ചെയ്യുക? നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് സൈഡ് വൈസ് മാർക്കറ്റിൽ ഈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു അപ്വേർഡ് ട്രേഡിന് എടുക്കരുത്. അത് ചിലപ്പോൾ ഒരു ട്രാപ്പായിരിക്കാം. പിന്നെ വിത്തൗട്ട് കൺഫർമേഷൻ, വോളിയം ഗുഡ് വോളിയം ഒന്നും ഇല്ലെങ്കിലും ട്രേഡ് എടുക്കരുത്. ഓക്കെ, നിങ്ങളുടെ ട്രേഡിൻ്റെ സക്സസ് റേറ്റ് കൂട്ടാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി കൺഫർമേഷൻ ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് RSI യൂസ് ചെയ്യാം. RSI ഒരു 50 റേഞ്ചിലാണ്, നിങ്ങളുടെ ഒരു ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ വന്നു, പിന്നെ വോളിയം നല്ല വോളിയം ജനറേറ്റ് ആയി, അപ്പോൾ നമുക്കൊരു 3 കൺഫർമേഷൻ ഇവിടെ കിട്ടി. നമ്മുടെ ട്രേഡ് സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു മൂവിങ് ആവറേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൂവിങ് ആവറേജ് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് വേണേലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൾട്ടി കൺഫർമേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസിലോട്ട് പോകാം. ക്യാൻഡിൽ അറ്റ് സപ്പോർട്ട് സോൺ വിത്ത് വോളിയം, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു സപ്പോർട്ട് സോണിൽ നമുക്ക് ഈ ട്രേഡ് എടുക്കാം. എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒരു മുത്തൂറ്റ് ഫിനാൻസിൻ്റെ 1 ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് കണ്ടോ, ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഇവിടെ ഒരു മാർക്കറ്റ് സപ്പോർട്ട് കൊടുത്തു, മൂവ്മെൻറ്റ് വന്നു, പ്രൈസ് മൂവ്മെൻറ്റ് വന്നു, പിന്നെ ഈ റേഞ്ചിൽ നിന്ന് പിന്നെ സപ്പോർട്ട് കൊടുത്തു, പക്ഷേ ഒരു ഡൗൺ വന്നു, പിന്നെ ഇതേ നമ്മൾ പഠിച്ച ഒരു ക്യാൻഡിലാണ് ബുള്ളിഷ്, ഇത് ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ വന്നു. ഓക്കെ, ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ വന്നു, ഇതിൻ്റെ ഈ റേഞ്ച് നമ്മൾ നോട്ട് ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇവിടെ, ക്ലോസ് ചെയ്തത് ഇവിടെ, ഈ ഹൈ, ഈ നമ്മൾ എപ്പോഴായിരിക്കും ഇതിൻ്റെ ട്രേഡ് എടുക്കുക? ഈ ക്യാൻഡിൽ വന്നതിന് ശേഷം അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ചിലപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എൻട്രി എടുക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കും. നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ ഒരു ഡബിളായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2 1:3 ഒക്കെ ടാർഗറ്റ് എടുക്കാൻ പറ്റും. കണ്ടോ, പ്രൈസിൻ്റെ നല്ലൊരു മൂവ്മെൻറ്റ് വന്നുണ്ട്, ഇവിടെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ എവിടെയാണ് എടുക്കേണ്ടത്? സപ്പോർട്ട് സോണിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചാൽ സപ്പോർട്ട് സോൺ. ഓക്കെ, അതിനുശേഷം ബ്രേക്ക് ഔട്ട് ഓഫ് എ റെസിസ്റ്റൻസ് വിത്ത് വോളിയം. നമ്മൾ അടുത്തത് പഠിച്ചെന്താ? ബ്രേക്ക് ഔട്ട് ഓഫ് എ റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ വിത്ത് വോളിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട, സോറി നേരത്തെ വരച്ചത് ഇതിനകത്തുണ്ടായിരുന്നു, സോറി. ഇതുണ്ടോ, മാർക്കറ്റ് ഈ റേഞ്ചിൽ റെസിസ്റ്റൻസ് എടുത്തു, അതിനുശേഷം ഈ ലെവലിലോട്ട് വന്നതിന് ശേഷം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, അതിനുശേഷം കണ്ട ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് നമ്മുടെ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, നല്ലൊരു ബ്രേക്ക് ഔട്ട്. ഇതിൻ്റെ ഹൈന് ശേഷം നമ്മൾ ട്രേഡ് എടുക്കുന്നു, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു, ഇതിൻ്റെ ഹൈക്ക് മേളിൽ നമ്മൾ ട്രേഡ് എടുത്തു. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1:2 അല്ലെങ്കിൽ 1:1 വേണേലും വെക്കാം, 1:2 1:3 വെക്കാം. നമ്മുടെ ടാർഗറ്റ് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഔട്ട് ഫ്രം എ റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് എന്താണ്? ട്രെൻഡ് കണ്ടിന്യൂഷൻ വിത്ത് വോളിയം. ട്രെൻഡ് കണ്ടിന്യൂഷൻ വിത്ത് വോളിയത്തിൽ പറയുന്നത് വെച്ചാൽ
ഇതിനകത്ത് ഇത് പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഇതൊരു കാനറ ബാങ്കിൻ്റെ ഒരു ചാർട്ടാണ്. ട്രെൻഡ് കണ്ടിന്യൂഷനിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടാ ഇവിടെ ഒരു മാർക്കറ്റ് വീണ് വന്നു. അതിന് ശേഷം ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു കണ്ടാ, വീണു, പിന്നെ ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നു, പിന്നെയും ഡൗൺ ചെയ്തു, പിന്നെ ഇവിടെ ഒരു കൺസോളിഡേഷൻ ലെവലിലെത്തി. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു കൺസോളിഡേഷൻ ലെവലിലെത്തി. പിന്നെ മാർക്കറ്റ് പയ്യെ സ്ട്രെങ്ത് കാണിക്കാൻ തുടങ്ങി. ഒരു ലോയിൽ നിന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്താ ഇത് ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ കാണിച്ചു കണ്ട. ഈ ലോ, ഇത് ഹയർ ലോ, ഇത് ഹയർ ഹൈ. നമുക്ക് ഒരു കൺഫേം ആയ ഒരു അപ് ട്രെൻഡ് ആണ് മാർക്കറ്റ്. അതിനുശേഷം ഒരു വോളിയത്തോടു കൂടി നമ്മളൊരു ക്യാൻഡിൽ വന്നു. ഈ ക്യാൻഡിൽ വന്നു. അത് അത്ര വലിയ ക്യാൻഡിൽ അല്ല, എന്നാലും ഇത് വോളിയത്തോടെ വന്നപ്പോൾ നല്ലൊരു ക്യാൻഡിലായി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് കണ്ട നല്ലൊരു മൂവ്മെന്റ് തന്നു, ഒരു അപ്വേർഡ് മൂവ്മെന്റ് തന്നു. അപ്പോൾ അതാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേണിൽ വന്നത്. അത് കാനറ ബാങ്കിൻ്റെ ഒരു ചാർട്ടായിരുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? ലോങ് റെഡ് ബോഡി ക്യാൻഡിൽ. ഒരു ലോങ് റെഡ് ബോഡി ക്യാൻഡിലിനെ എന്ന് പറഞ്ഞാൽ അതൊരു ബിയറിഷ് ക്യാൻഡിലാണ്. അതിൽ എന്താണ് സ്ട്രോങ് സെല്ലിംഗ് പ്രഷറാണ് ഉള്ളത്. അതിലും സെയിം തന്നെയാണ്. ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് ഉള്ളത്. അത് തന്നെ സെയിം തന്നെയാണ്, കളറിന് വ്യത്യാസമുണ്ട്. ഇത് ഡൗൺ സൈഡിലോട്ടായിരിക്കും സെല്ലിംഗ് പ്രഷർ ആയിരിക്കും, മറ്റേത് ബൈയിങ് പ്രഷർ ആയിരിക്കും. ഓക്കെ, കണ്ട ഇത് നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ്. അതിനുശേഷം ഇതിനെ വിക്കില്ലാണ്ട് വരുന്നതിനെയാണ് ഈ വിക്കില്ലാണ്ട് വരുന്നതിനെ എന്താ വിളിക്കുന്നത്? ബിയറിഷ് മറുബോസു. ബിയറിഷ് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലോട്ട് സെല്ലിംഗ് പ്രഷർ ഉള്ളതിനാണ് ബിയറിഷ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് എവിടെയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്? ഇറ്റ് വർക്ക്സ് വെൽ അറ്റ് റെസിസ്റ്റൻസ് സോൺ. ഒരു മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് എ സപ്പോർട്ട്, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ട്രെൻഡ് കണ്ടിന്യൂഷൻ സോണിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡിലാണ്. അതിനുശേഷം ചെറിയൊരു പുൾ ബാക്ക് മേളിലോട്ട് വന്നു. അതിനുശേഷം നമ്മുടെ ഒരു ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബിയറിഷ് മറുബോസു ക്യാൻഡിൽ വന്നതിന് ശേഷം നമുക്ക് ട്രേഡ് എൻട്രി എടുക്കാം. നമ്മൾ ഇതും കൂടി നോക്കുക, നല്ല വോളിയം കൂടി എന്തായാലും വേണം. ഒരു വോളിയം കൺഫോർമേഷൻ, അതാണ് പറയുന്നത്. ഒരു കൺഫോർമേഷൻ ഇല്ലാണ്ട് ട്രേഡ് എടുക്കരുത്. സൈഡ് വൈസ് മാർക്കറ്റിലും ട്രേഡ് എടുക്കരുത്. നല്ല വോളിയമാണ് നമ്മുടെ കൺഫോർമേഷൻ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടിക്കുക അതൊക്കെ സർവ്വസാധാരണമാണ്. സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടിക്കും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ക്യാൻഡിൽ അറ്റ് റെസിസ്റ്റൻസ് സോൺ വിത്ത് വോളിയം. ഇവിടെ വോളിയം കുറവാണ്, എന്നാലും ഞാൻ എക്സാമ്പിളായിട്ട് ഇട്ടു എന്നേ ഉള്ളൂ. കേട്ടോ, ഇത് കണ്ട മാർക്കറ്റ് ഇവിടെ വന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു മൂവ്മെന്റ് വന്നു. ആ ഏരിയയിൽ തന്നെ പിന്നെയും വന്നതിന് ശേഷം നമ്മുടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഇതിൻ്റെ താഴെ നമ്മൾ സെല്ല് ചെയ്തു. ഇപ്പോൾ ഓപ്ഷൻ ട്രേഡ് ആണെങ്കിൽ ഇതിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ട്രേഡിലിരുന്നു. 1:2 ടാർഗറ്റിൽ നമുക്ക് ഈ റേഞ്ച് ടാർഗറ്റ് കിട്ടി നമുക്ക് ബുക്ക് ചെയ്തിറങ്ങാം. പിന്നെ ഇതേ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഒരു പാറ്റേണിലോട്ട് ഇത് വന്നു. നല്ലൊരു സെല്ലിംഗ് പ്രഷർ പിന്നെ വന്നു. പിന്നെ മാർക്കറ്റ് വീഴുന്നുണ്ട്, നല്ല രീതിയിൽ മാർക്കറ്റ് വീണു. അപ്പം നല്ല രീതിയിൽ ഇങ്ങനത്തെ ട്രേഡൊക്കെ സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് അതാണ് ഇമ്പോർട്ടൻറ്റ്. ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല. എവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്? നമ്മൾ വെറുതെ ക്യാൻഡിൽ പഠിച്ചിട്ട് കാര്യം, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ എടുത്ത എന്താ ഒരു റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് നേരത്തെ ഒരു ലെവൽ ഉണ്ടായിരുന്നു. ആ ലെവലിൽ മാർക്കറ്റ് ഓൾറെഡി വന്ന് സെല്ലേഴ്സ് ഇരുന്നതാണ്. അതിനുശേഷം ആ ലെവലിലും കൂടെ ഒന്നുകൂടെ വന്നപ്പോൾ അവിടെ സെല്ലേഴ്സ് പിന്നെയും എൻട്രി എടുത്തു, മാർക്കറ്റ് പിന്നെയും താഴ്ത്തി. ഓക്കെ, ബ്രേക്ക് ഡൗൺ ഫ്രം സപ്പോർട്ട് വിത്ത് വോളിയം. ഒരു സപ്പോർട്ട് ബ്രേക്ക്, അടുത്ത പറഞ്ഞ എന്താ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ
ഈ നമ്മുടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1:2 1:3 ടാർഗറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ മാർക്കറ്റിൽ ഒരു മിനിറ്റ്, മാർക്കറ്റ് വീഴുന്നു. ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ സപ്പോർട്ടിന് അവിടെ നിന്ന് ശേഷം പിന്നെ സപ്പോർട്ട് എടുത്തു, പിന്നെ മേലോട്ട് കയറി, പിന്നെ നമ്മളൊരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ ഫോം ചെയ്തു. ഇതിൻ്റെ താഴെ നമ്മൾ സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. അതിനുശേഷം മാർക്കറ്റ് നമുക്കൊരു 1:2 ടാർഗറ്റ് എന്തായാലും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിട്ടില്ല. ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ചില ടൈമിൽ ഇങ്ങനെ വന്ന് ഈ റേഞ്ചിൽ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരെ നമ്മൾ ചിലപ്പോൾ പോകും. ചിലപ്പോൾ എന്താ കാണിക്കുക, ചിലപ്പോൾ കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഇവിടെ വന്ന് ഇത് ചിലപ്പോൾ നമ്മുടെ സെല്ലേഴ്സിനെയൊക്കെ ഔട്ടാക്കിയ ശേഷം പിന്നെ മുകളിലോട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതൊരു സൈഡ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ഒരു വോളിയം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട്, ഇപ്പോൾ ഒരു വോളിയം ഉണ്ട്, വോളിയം ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി സെല്ലേഴ്സ് എന്തായാലും വരും എന്നുള്ളത്. മാർക്കറ്റിൽ നല്ല ഇത് നമ്മളെ പോലുള്ള ആൾക്കാരല്ല സെല്ല് ചെയ്യുന്നത്. ഇത് സെല്ല് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ ആയിരിക്കും, ഇല്ലെങ്കിൽ FIIs അങ്ങനെയുള്ളവരൊക്കെ സെല്ല് ചെയ്യുന്നതായിരിക്കും ആ റേഞ്ചിൽ. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആക്കി അവർ മാക്സിമം സെല്ല് ചെയ്ത് കാണിച്ചു. അതിനുശേഷം അവർ താഴെ നിന്ന് തന്നെ ബൈ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഈ റേഞ്ച് ഇതൊക്കെ നല്ലൊരു ബൈ, നമ്മുടെ ഒരു ക്യാൻഡിലാണ് അത്. പക്ഷേ ഡൗൺ ട്രെൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നു. ഓക്കെ, അടുത്തതാണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ വിത്ത് വോളിയം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ. ഇപ്പോൾ ഒരു എന്താ പറയുക, മാർക്കറ്റ് ആദ്യം അപ് ട്രെൻഡിലായിരുന്നു കണ്ടോ. അതിനുശേഷം മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്തു. ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ലോവർ ഹൈ ആയി. അതിനുശേഷം എന്താ നമ്മുടെ ഒരു ക്യാൻഡിൽ ഇവിടെ വർക്കൗട്ട് ഫോം ചെയ്തു, ഇവിടെ നിന്നും വന്നു. അതിനുശേഷം കണ്ടോ ഈ ഒരു ക്യാൻഡിൽ ഇവിടെയും വന്നു. ട്രെൻഡ് കണ്ടിന്യൂഷൻ, ഇതൊരു പുൾ ബാക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു പുൾ ബാക്കിൽ നമ്മൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ലോവർ ഹൈ ലോവർ ലോ. ഇപ്പോൾ നമുക്ക് കൺഫേമായി നമ്മുടെ ട്രെൻഡ് എന്തായി, ഇപ്പോൾ ഡൗൺ ട്രെൻഡായി. അതിനുശേഷം നമ്മുടെ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു, ഒരു ലോങ് റെഡ് ബോഡി ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ താഴെ നമ്മൾ സെല്ല് ചെയ്തു. നമുക്കൊരു 1:2 1:1 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ട ചാർട്ടാണ്. അപ്പോൾ പിന്നെയും ഈ ഒരു ഡൗണൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച് 2 ക്യാൻഡിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്യാൻഡിൽ ലോങ് ഗ്രീൻ ബോഡി ക്യാൻഡിൽ, രണ്ടാമത്തെ ക്യാൻഡിൽ എന്താണ്, ലോങ് റെഡ് ബോഡി ക്യാൻഡിൽ. അത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നോട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. നിങ്ങൾക്ക് ട്രേഡ് ടൈമിൽ എൻ്റെ വീഡിയോ ഒന്നിരുന്ന് കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ നോട്ട്ബുക്ക് മറിച്ചാൽ മതി. ഓക്കെ, എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ സീരീസ് നമ്മൾ ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.